ഹലോ ഗൈസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുറപ്പെട്ട് നിൽക്കുന്നത് എങ്ങോട്ടാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കേണ്ടത്. അപ്പോൾ ഞാൻ വഴിയെ പറയാവേ. അപ്പം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള പോക്കാട്ടത്. അപ്പോൾ ഞങ്ങൾ പോണത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കാറിലാണ്. അപ്പോൾ ഞാനും ബോനും സ്വത്തും ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് പോണത്. അങ്ങനെ ഇതാ പട്ടാമ്പി എത്തിയിട്ട് പട്ടാമ്പി തീരദേശ റോഡ് പറയാൻ വയ്യ, അടിപൊളി ഒരു വൈബാണ് കേട്ടോ. പുഴയിലൊക്കെ നല്ല വെള്ളം കയറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ പട്ടാമ്പി എത്തിയിട്ട് പട്ടാമ്പി AM മോട്ടോഴ്സിലേക്കാണ് പോണത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഞങ്ങൾ എന്ത് കാര്യത്തിനാണ് പോണതെന്ന്. അങ്ങനെ ഇതാ ഓഫീസിലെത്തിയ ആൾ അതിൻ്റെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാർ എടുക്കാൻ പോവാണ് കേട്ടോ. കീയൊക്കെ കിട്ടിയതിൻ്റെ ശേഷം ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുട്ടാ. അപ്പോൾ ഇഗ്നീസ് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയായിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയുടെ കളറൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആൾ ഞങ്ങൾക്ക് ഹാപ്പി ജേണിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതാ ഒരു ചെറിയൊരു സമ്മാനം കൂടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായി. ഞങ്ങളുടെ കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു ഒരു കാറൊക്കെ മേടിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാണ്. അപ്പോൾ ആ ചേട്ടൻ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പട്ടാമ്പി AM മോട്ടോഴ്സ് എന്നാണ് ഞങ്ങൾ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും എല്ലാതും പറഞ്ഞു തന്നു. വണ്ടീനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ഓഫീസ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കുട്ടിയുടെ ചെറിയൊരു തുമ്മലാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ വണ്ടി ഞങ്ങൾ സ്റ്റാർട്ടാക്കിയിട്ട് അവിടെ നിന്ന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ ഭയങ്കര കച്ചറായ കാരണം അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറയുകയാണ് പതുക്കെ മതി, ശ്രദ്ധിച്ചിട്ടൊക്കെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ പതുക്കെ വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോന്നു കേട്ടോ. അങ്ങനെ ഞാനും പൊന്നും സ്വത്തൊക്കെ വണ്ടിയിൽ കയറി. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ജേണി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചെന്ന് കമൻറ്റ് ചെയ്യണേ, എങ്ങനെയുണ്ടെന്ന് പറയണേ. അങ്ങനെ ആകെ ബ്ലിങ്കസ് അടിച്ചിരിക്കുകയാണ്. ഞാനും വേറെ ബ്ലിങ്കസ് അടിച്ചിരിക്കുകയാണ്. ഒരു സ്വപ്നം പോലെ എന്ന് പറയാമല്ലോ, ഒരു സ്വപ്നം പോലെ അത് നടന്നു. അങ്ങനെ ഞങ്ങളുടെ നേരെ മുന്നിലൊരു ലോറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ബ്ലോക്കായിരുന്നേ. അങ്ങനെ ഞങ്ങളൊരു 1:30 ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഭയങ്കര വിശപ്പ്. അങ്ങനെ നേരെ പോയി ഒരു ഹോട്ടലിൽ പോയി. അങ്ങനെ ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ബിരിയാണിക്കുള്ള കാത്തിരിപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ വന്നു, നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ വണ്ടി കൊടുത്തിട്ട് ഞങ്ങളുടെ ഉമ്മറത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് 2 കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കപ്പായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.